നമസ്കാരം. നമ്മുടെ ദിനത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എന്നുള്ളത് നിലമ്പൂരിലാണ്. നിലമ്പൂരിലെ ചന്തക്കുന്ന് പ്രേക്ഷകർക്ക് പെട്ടെന്ന് ആ പേര് ഇതിന് പുറത്തുള്ള ഈ പ്രദേശത്തിന് പുറത്തുള്ള ആളുകൾക്കും ഓർമ്മ വരും. കാരണം LDF-നെ വെല്ലുവിളിച്ചുകൊണ്ട് സിറ്റിംഗ് MLA PV അൻവർ പൊതുയോഗം നടത്തിയ സ്ഥലമാണ് ചന്തക്കുന്ന്. അതിന് തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നൊരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുള്ളത്, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഈ നാട്ടുകാരനെ M സ്വരാജിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതിന്റെ ചൂടും വാശിയും ആവേശം കൂടി ഈ മണ്ഡലത്തിലുണ്ട്, ഇവിടെ ചന്തക്കുന്നിലുണ്ട്. നമുക്കൊപ്പം മൂന്ന് മുന്നണികളെയും പ്രതികരിച്ചുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ശ്രീ റിയാസ് മുക്കോളി കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ട് നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ശ്രീ പി ഷബീറിന്റെ പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ CPM പരിഗണിക്കുന്നു എന്ന വാർത്തകളിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. DYFയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്. ശ്രീപ്രകാശ് BJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇങ്ങനെ മൂന്ന് മുന്നണികളുടെയും M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രതികരണവും ഒപ്പം ഇവിടെ നിരവധി പേർ വോട്ടർമാർ എത്തിയിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്കും ചോദ്യങ്ങളിലേക്കും നമ്മൾ പോവുകയാണ്. ആദ്യം റിയാസ് മുക്കോളിയിലേക്കാണ്. റിയാസ് മുക്കോളി, ഇപ്പോൾ ഈ അടുത്ത മണിക്കൂറിൽ ഇവിടെ നമ്മുടെ ഈ മണ്ഡലത്തിന്റെ അതിർത്തിയിൽ ഒരു കൂട് വച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ വെച്ച കൂടാണ്. അതൊരു കടുവയെ പിടിക്കാൻ വെച്ച കൂടാണ്. പക്ഷേ അതിൽ പുലി കയറി. പുലി അവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പുലിയെ വിളിച്ചു വരുത്തിയതാണോ? വലിയ പരിഹാസമായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ. M സ്വരാജ് ഈ നാട്ടുകാരനല്ലേ, മത്സരിച്ചുകൂടെ എന്ന് വിളിച്ചു വരുത്തിയതാണോ വലിയ എതിരാളിയെ? സ്വരാജ് ഒരു പുലിയാണ് എന്ന് ഇവിടുത്തെ വോട്ടർമാർക്കോ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നവർക്കോ ഇന്നേ വരെ തോന്നിയിട്ടില്ല. സ്വരാജ് രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞങ്ങളൊക്കെ നിരീക്ഷിച്ച ഒരാളാണ്. അദ്ദേഹം 5 വർഷക്കാലം കേരളത്തിലെ ഒരു MLA ആയി പ്രവർത്തിച്ച ഒരാളാണ്. സ്വരാജ് ഈ നിലമ്പൂർ സ്വദേശിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വായിച്ച സമയത്താണ് ഒരുപക്ഷെ ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. ഈ നിലമ്പൂർ സമാനതകളില്ലാത്ത പ്രയാസം നേരിട്ടപ്പോൾ, ഈ നിലമ്പൂർ കഴിഞ്ഞ 5-6 വർഷക്കാലം വലിയ പ്രയാസവും ദുരിതവും നേരിട്ടപ്പോൾ ഈ സമയത്തൊന്നും സ്വരാജ് എന്ന പൊതുപ്രവർത്തകനെ ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. SFയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് എന്റെ അറിവ്. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അല്ലെ? ജില്ലാ പ്രസിഡന്റായി SFയുടെ വിവിധ പദവികൾ വഹിച്ച ആളാണ്. ഇവിടെ പഠിച്ചയാളാണ്, ഇവിടത്തുകാരനാണ്, നിലമ്പൂരുകാരനാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിപ്പോൾ വിളിച്ചു വരുത്തിയ പോലെ ആയോ? അദ്ദേഹം വന്നതോടുകൂടി ഞങ്ങളുടെ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ സ്വരാജിനെ കാത്തിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ വലിയ ദുരിതം വന്ന് പ്രളയം വന്ന് പ്രയാസപ്പെടുമ്പോൾ ആ ഭാഗത്തേക്ക് നമുക്കറിയാം, ഇവിടെ 59 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട പ്രദേശമാണ് നിലമ്പൂർ. 2019 പ്രളയത്തിൽ 2019 പ്രളയത്തിൽ 59 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു മാസക്കാലം നീണ്ടു നിന്ന് അതിൽ നിന്ന് 48 മൃതശരീരങ്ങൾ അത് കണ്ടെത്തുമ്പോൾ ആ സമയത്തൊന്നും ഒരിക്കൽ പോലും M സ്വരാജ് എന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തകനെ ഈ പ്രദേശത്തുകാരും കണ്ടിട്ടില്ല. ഇവിടെ കഴിഞ്ഞ 4 വർഷക്കാലം 2019 മുതൽ 2024 വരെ ഏകദേശം 400ഓളം കുടുംബങ്ങൾ അവരുടെ വീടും എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിലേക്ക് അവരെ മാറ്റി പാർപ്പിച്ചപ്പോൾ അവർക്ക് വലിയ പ്രയാസം നേരിട്ടപ്പോൾ ഭക്ഷണം പോലും പല സമയത്ത് കിട്ടാതെ വന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് ചെല്ലാനോ ആശ്വാസ വാക്കുകൾ നൽകാനോ അവർക്ക് ഭക്ഷണം എത്തിക്കാനോ വസ്ത്രം എത്തിക്കാനോ ഒരിക്കൽ പോലും ഒരു തവണയെങ്കിലും സ്വരാജ് അവരുടെ ഇടയിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സ്വരാജിനെ പേടിക്കാൻ ഞങ്ങൾക്കൊരു ഈ രാഷ്ട്രീയ രംഗത്ത് മത്സര രംഗത്ത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, പ്രയാസമേ അല്ല, എതിരാളിയാണ്. ശ്രീ ഷബീർ, താങ്കളുടെ പേരുൾപ്പെടെ സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നു. എന്തായാലും സ്വരാജിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുന്നു. സ്വരാജ് ഈ നാട്ടിൽ ബന്ധമില്ലാത്തയാളാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നത് ഈ നാട്ടുകാരനായ സ്വരാജ് സഖാവ് കുഞ്ഞാലി എന്ന് പറഞ്ഞാൽ പോരാ, സൈബറിനകത്ത് ഒരു ബ്ലോഗർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സ്വരാജിനെ ക്ഷണിച്ചു വരുന്ന തരത്തിലുള്ള വിമർശന സ്വരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നു ഒരു എതിരാളിയെ അല്ല സ്വരാജ്. നീ നാടുമായി അത്ര ബന്ധമില്ലാത്ത ആളാണോ സ്വരാജ്? സ്വരാജിന്റെ സ്ഥാനാർത്ഥത്തെ എങ്ങനെയാണ് LDF എത്ര ആവേശത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്? LDF ആവേശകരമായി ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ഈ മലയോരത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ ആവേശകരമായ അനുഭവങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടു വലിയ പ്രകടനം ചന്തക്കുന്ന് അങ്ങാടിയിലൂടെ ഇതിന് സമീപം സഖാവ് M സ്വരാജിന് വിജയാശംസകൾ നേർന്ന് ഇവിടെ നടന്നു. എല്ലാ നിലയിലും മണ്ഡലത്തിലുടനീളം ബൂത്തുകളിലും പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ആവേശ പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തുടക്കത്തിൽ തന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ വെല്ലുവിളി നടത്തിയതും യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ പ്രതിനിധിയായ ശ്രീ റിയാസ് പറഞ്ഞതും വലിയ വൈരുദ്ധ്യമാണ്. വലിയ വെല്ലുവിളി നടത്തി, സ്ഥാനാർത്ഥിത്വം വന്നു. അപ്പോൾ M സ്വരാജിനെ ഇവിടെ പരിചയമില്ല എന്ന ബാലിശമായ ന്യായമാണ് ഇവിടെ വന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, M സ്വരാജ് സുപരിചിതനാണ് ഈ നിലമ്പൂരിൽ.
ഇവിടെ ചുങ്കത്തറ മാർത്തോമ കോളേജിൽ നിന്ന് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ വിദ്യാർത്ഥികാല രാഷ്ട്രീയ പ്രവർത്തനം, ചുങ്കത്തറ മാർത്തോമ കോളേജ് അല്ല, യഥാർത്ഥത്തിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രയിൽ നിന്ന് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ SFIയുടെ ഭാഗമായി അണിനിരന്ന് ദീർഘനാള് ഇവിടെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിന്ന വ്യക്തിയാണ് സഖാവ് M. സ്വരാജ്. ഇവിടുത്തെ എല്ലാ മേഖലകളിലും സഖാവ് M. സ്വരാജ് ഇടപെടാറുണ്ട്. ഇവിടെ ിലേക്ക് എത്താൻ ഇത്ര വൈകിയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ താങ്കളുടെ അടക്കം നിരവധി പേരുകൾ വന്നു. ഇനി UDF ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും ഇടത് സ്ഥാനാർത്ഥിയായി വരുമോ എന്ന തരത്തിലുള്ള വൈകി എന്നത് നിങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള ചർച്ചയാണ്. 2-ാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ക്രമീകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ച് നമുക്കറിയാം. 2-ാം തീയതിയാണ് നോമിനേഷൻ. ആ നോമിനേഷന് മുൻപ് ഏത് ഘട്ടത്തിലും നമുക്ക് നിയമപരമായി ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാളിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യം 30-ാം തീയതി ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ആ നടപടിക്രമങ്ങൾ കൃത്യമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം, ശേഷം ഇന്ന് മണ്ഡലം കമ്മിറ്റി യോഗം, ഇതിനെല്ലാം ശേഷമാണ് സഖാവ് M. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ അത്തരത്തിൽ വൈകി എന്നത് നിങ്ങൾ തീർക്കുന്ന ഒരു ആക്ഷേപമാണ്. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത് ഇവിടെ കാര്യമല്ല, അല്ലെങ്കിൽ ഈ മണിക്കൂറിലെ കാര്യമല്ല, ഇനി ഒട്ടേറെ ദിവസമുണ്ടല്ലോ ഈ പ്രചാരണരംഗത്ത്. അപ്പോൾ വൈകലൊക്കെ അപ്രസക്തമാകും. ശ്രീ പ്രകാശ്, BJPക്ക് ഒരു സ്ഥാനാർത്ഥി, NDAക്ക് ഒരു സ്ഥാനാർത്ഥി ഈ നിമിഷം വരെ ആയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PV അൻവർ ഇടഞ്ഞു നിൽക്കുകയാണ്. ഒടുവിൽ PV അൻവർ എന്ന പേരിലേക്ക് പോകും. അത്തരമൊരു സാധ്യത പോലും നമ്മൾ ഇങ്ങനെ പലയിടത്തും ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കുകയാണ്. എന്തുകൊണ്ടാണ് NDAക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ പോകുന്നത്? അങ്ങനെ അൻവറിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ ചുമലിൽ ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പ്, രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കാത്തൊരു തെരഞ്ഞെടുപ്പ്, PV അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ വികലമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടിയപ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ ചുമലിൽ കെട്ടിവെച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് അങ്ങനെയാണ് BJP വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട്, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് ഈ രാജ്യത്ത് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കേരള രാഷ്ട്രീയത്തിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ വികസനത്തിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു മാറ്റവും ഉണ്ടാകാൻ പോകാത്ത ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തെ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചു എന്ന് മാത്രമല്ല, കോടാനുകോടി രൂപയുടെ നഷ്ടം രാജ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന, നമ്മുടെ ഖജനാവിന് ഉണ്ടാക്കിയിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തീർച്ചയായിട്ടും PV അൻവർ എന്ന വ്യക്തിയിലേക്ക് പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. BJPയെ സംബന്ധിച്ച് BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ മണ്ഡലം 2 മണ്ഡലമാണ് നിലമ്പൂർ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ, എടക്കരയും നിലമ്പൂരും 2 നിയോജകമണ്ഡലം കൂടിയതാണ് BJPക്ക് ഒരു നിയമസഭാ മണ്ഡലം പുതിയ ഞങ്ങൾ തീരുമാനപ്രകാരം. അതുപ്രകാരമുള്ള 2 മണ്ഡലത്തിൻ്റെയും കമ്മിറ്റികൾ ഞങ്ങൾ യോജിച്ച് കമ്മിറ്റി ചേർന്ന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, ഇവിടെ BJPക്ക് മുന്നേറാൻ എന്തൊക്കെ രീതിയിലാണ് മുന്നേറാൻ പറ്റുക, ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ച് കൃത്യമായ ചർച്ചകൾ നടത്തി തീർച്ചയായിട്ടും സംസ്ഥാന നേതാക്കന്മാർ വന്നിരുന്നു. അതുപോലെ തന്നെ നാളെ സംസ്ഥാന തലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. അവിടെ വെച്ച് കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ടാകും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട്. തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാൻ ഇനിയും സമയമുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥിയെ, ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാവുന്ന, ഈ നിലമ്പൂരിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ BJP പറയട്ടെ. സ്വരാജിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വരാജിനെ 2016-ലോ 2021-ലോ CPM മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറായില്ല. അവർ സ്വതന്ത്രരുടെ പിന്നാലെ പോയി. കോൺഗ്രസ്സുകാരനെ ഇവിടെ സ്ഥാനാർത്ഥി 2 തവണയും PV അൻവർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് അവിടെ നിന്നത്, ഇവിടെ മത്സരിച്ചത്. അങ്ങനെയാണ് ഈ സീറ്റ് ഇന്ന് അവർ പിടിച്ചെടുത്തത്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, CPM ഇപ്പോൾ കാണിക്കുന്നത് ശരിക്കും CPMന്റെ രാഷ്ട്രീയ വോട്ടുകൾ മാത്രം കിട്ടുവാനുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് സ്വരാജിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. CPM ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ എന്നുകൂടി അങ്ങനെ ഒരു ആക്ഷേപം കൂടി ഉന്നയിക്കുകയാണ്. അതേസമയം NDAക്ക് സ്ഥാനാർത്ഥിയായില്ല എന്ന വലിയ ചോദ്യവും അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. M. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമാണല്ലോ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി. അത് UDF ക്യാമ്പിലാണെങ്കിലും LDF ക്യാമ്പിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പോവാം. ഇവിടെ ഷബീർ പറയുകയുണ്ടായി, സ്വരാജിനെ ഇവിടെ നിലമ്പൂരുകാർക്ക് ഭയങ്കര പരിചയമാണ്, CPMകാർക്ക് വലിയ ആവേശം ഇവിടെ പ്രകടനത്തിനുണ്ട്, അവരെ കമ്മിറ്റികൾക്കൊക്കെ വലിയ ആവേശമുണ്ട് എന്നാണ് പറയുന്നത്. സ്വരാജിനെ സംബന്ധിച്ച് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്ന മുഴുവൻ നെറികേടുകളും
ന്യായീകരിക്കാൻ സംശുദ്ധ മലയാളത്തിൽ വടിവത്ത കള്ളങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് CPMകാർക്ക് വലിയ ആവേശമുണ്ടാവും. നിലമ്പൂരുകാരെ സംബന്ധിച്ച് പോത്തുകല്ല് സ്വദേശിയാണ് സ്വരാജ്, ഇവിടെയാണ്, അവിടെ ക്യാമ്പസ് ജീവിതം ഇവിടെയായിരുന്നു, സ്കൂൾ ജീവിതം ഇവിടെയായിരുന്നു എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പോത്തുകല്ല് കവളപ്പാറ പോലെ വലിയൊരു ദുരന്തം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ, സ്വന്തം വീടിൻ്റെ അടുത്ത്, സ്വന്തം അയൽവാസികൾ, സ്വന്തം കുടുംബക്കാരടക്കം വലിയ ദുരന്തത്തിൽപ്പെടുമ്പോൾ അവിടെ വന്ന് മനുഷ്യ സ്നേഹമുള്ള ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും അവിടെ സജീവമായി, ഷബീർ അടക്കമുള്ള ആളുകൾ അവിടെ സജീവമായി രംഗത്തിറങ്ങിയതാണ്. ആ സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്വരാജിന് അവിടെ എത്താൻ തോന്നാത്തൊരു സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിർത്തുന്നത്? റിയാസ് മുക്കോളി ആദ്യം പറഞ്ഞതാണ്, അതിന്റെ തുടർച്ചയാണ് അവിടെ നിന്നും ആ ചോദ്യമായി വരുന്നത്. ഇവിടെ ചോദിച്ച കാര്യം അത് തുടക്കത്തിൽ തന്നെ ഈ രാഷ്ട്രീയത്തിനകത്ത് ഈ തിരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമായിരിക്കരുത് എന്ന ഭയപ്പാടാണ് ന്യായമായും ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇവിടെ കവളപ്പാറ ദുരന്തത്തിൽ 2019 ഞാൻ ഉൾപ്പെടെ ആ ദുരന്ത ഭൂമിയിൽ ചെല്ലുമ്പോൾ പൂളപ്പാടം സ്കൂളിലെ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, അവിടെ മദ്രസകളിൽ സജ്ജീകരിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലെല്ലാം സഖാവ് എം സ്വരാജിൻ്റെ കൂടെ പോയ അനുഭവം എനിക്കുണ്ട്. സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലെല്ലാം ഇതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടും. വെറുതെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ വ്യക്തിപരമായ പരിചയം സ്വരാജിനെ അറിയാത്തവരാരുണ്ട് ഈ മണ്ഡലത്തിൽ? കേരളത്തിൽ ആരുണ്ട് സഖാവ് എം സ്വരാജിനെ അറിയാത്തവർ? പിന്നെ ഇവിടെ പറഞ്ഞു CPMന് മാത്രമാണ് ആവേശമെന്നത്. നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഇവരെല്ലാം ഈ നിലയിൽ കളവ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പെഹൽഗാം വിഷയം, അത് CPMനെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഭീകരാക്രമണത്തിനെതിരെ അതിശക്തമായ നിലപാട് ഈ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയത കൈകാര്യം ചെയ്യുന്ന ഭരണകൂടത്തിനെതിരെ ഇച്ഛാശക്തിയോടുകൂടി നിലപാട് പ്രഖ്യാപിച്ചത് ഇതേ സ്ഥാനാർത്ഥിയായ സഖാവ് എം സ്വരാജ് അല്ലേ? പാലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം, അരക്ഷിതമായ ഒരു ബോധത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ സധൈര്യം മുന്നോട്ട് വരുന്നത് സഖാവ് എം സ്വരാജിനെ നമ്മൾ കണ്ടിട്ടുള്ള. ബാബറി പള്ളി പൊളിച്ച വിഷയത്തിൽ കോടതി വിധി നമ്മുടെ മുൻപിലുണ്ട്. ആ കോടതി വിധിക്കെതിരെ അതിശക്തമായ നിലപാട് വളരെ കൃത്യമായി സധൈര്യം മുന്നോട്ട് വെച്ചത് സഖാവ് എം സ്വരാജ് അല്ലേ? സ്വരാജ് തന്നെയാണ് ഏറ്റവും അനുയോജ്യൻ. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളാണ് താങ്കൾ വിശദീകരിച്ചത്. വ്യത്യസ്തമായ അഭിപ്രായമാണ് UDFന്റെ ഭാഗത്തുള്ള ചോദ്യമായും അങ്ങേക്കും രണ്ടുപേർക്കും, രണ്ട് പാനലിസ്റ്റുകൾക്കും എന്താ പറയേണ്ടത്? വളരെ ചുരുക്കി അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഇവിടെ പ്രിയപ്പെട്ട ഷബീർ സൂചിപ്പിച്ചു, ആള് വെർബൽ ബോംബിങ്ങിന് നല്ല ആളാണ്, വെർബൽ ബോംബിംഗ് നടത്താൻ. എന്നാൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിലും ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും അമ്പേ പരാജയമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലം. ഇടതുപക്ഷത്തിന് വ്യക്തമായി മേൽക്കോയ്മയുള്ള ഏകദേശം 2 പഞ്ചായത്ത്, 2 മുനിസിപ്പാലിറ്റി, 2 പഞ്ചായത്ത്, 8 കോർപ്പറേഷൻ പരിധിയുള്ള ആ തൃപ്പൂണിത്തുറയിൽ, അതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്ന ആ തൃപ്പൂണിത്തുറയിൽ ഈ കഴിഞ്ഞ 2021 എം സ്വരാജ് പരാജയപ്പെട്ടത് അദ്ദേഹം ഒരു നല്ല പൊതുപ്രവർത്തകനല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ശ്രീപ്രകാശ് ചുരുക്കി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പഹൽഗാം പോലെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ സ്വരാജിൻ്റെ നിലപാട് എന്തായിരുന്നു? സ്വരാജിൻ്റെ നിലപാട്, സ്വരാജിൻ്റെ നിലപാടിൽ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള, രാജ്യത്തെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, ഇന്ത്യ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തൊരു നേതാവായിരുന്നു അദ്ദേഹം. നോക്കൂ നിങ്ങൾ, 370-ാം വകുപ്പ് കാശ്മീരിൽ എടുത്തു കളഞ്ഞപ്പോൾ അതിനെ എതിർത്ത നേതാക്കളാണ് ഇവരൊക്കെ. ഇപ്പോൾ എന്തായി? കാശ്മീരിലെ ജനങ്ങൾക്ക് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ട് അവിടെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി, അവരുടെ ജനങ്ങൾക്ക് വലിയ സാമ്പത്തികമായ മെച്ചമുണ്ടായി, അവിടുത്തെ ജനങ്ങൾക്ക് അധ്വാനിക്കാനും അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായി, അതിനുള്ള പ്രാപ്തി ഉണ്ടായി. സ്വരാജിൻ്റെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ നിലപാടുകളാണ് പല സമയത്തും ഉള്ളത്. രാജ്യവിരുദ്ധ നിലപാടുകളുമായിട്ടാണ് സ്വരാജ് പോയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് ഒരു അത്യാപത്ത് വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ രാജ്യവിരുദ്ധ നിലപാടെന്നൊക്കെ പറയുമ്പോൾ അല്പം കടന്നുപോകില്ല. അല്ല, അങ്ങനെയല്ലേ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിൽ അദ്ദേഹത്തിന് എന്തിനേയും എതിർക്കുന്ന ഒരു സ്വഭാവമല്ലാതെ, അതായത് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന, കണ്ണടച്ച് എതിർക്കുന്ന സ്വഭാവമല്ലാതെ, സംഭവമല്ലാതെ മറ്റൊരു തരത്തിലുള്ള നിലപാടുകളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. നിലമ്പൂരിലെ MLA ആവാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. നിലമ്പൂരിലെ ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിൽ, നിലമ്പൂരിലെ ഏറ്റവും വലിയ ജനകീയ വിഷയമാണ് നിലമ്പൂരിലെ ബൈപ്പാസ്. ഈ ബൈപ്പാസിൽ എന്തെങ്കിലും ഒരു ചെറുവില നടക്കാൻ വേണ്ടി, ഈ ബൈപ്പാസിന്റെ വിഷയത്തിൽ ഒരു ചെറുവില നടക്കാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണിയുടെ നേതാവായിട്ടുള്ള സ്വരാജിന് കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് കോളേജ് വേണം. ഈ ഗവൺമെന്റ് കോളേജ് അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് ചോദ്യങ്ങളുടെ മറുപടിയായി വരാം. രാജ്യത്തെ ജനങ്ങൾക്ക്, രാജ്യത്തെ ജനത്തിനും രാജ്യത്തിനും എതിരെ
എതിരെ പ്രസംഗിക്കുകയും പോസ്റ്റ് ഇടുകയും അല്ലാതെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വികസനത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാത്ത വ്യക്തിയാണ് സ്വരാജ്. അത് പറയണ്ടേ? ശരി, അങ്ങ് ചുരുക്കണം. ഒന്ന് എന്തോ പറയാനുണ്ട്, പറഞ്ഞു. ബിജെപിയുടെ രാജ്യസ്നേഹത്തെ കുറിച്ച് നീ മലയോരത്ത് വന്ന് ആ നിലയിൽ പറയണ്ട. ആദ്യം നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി. ആദ്യം നിങ്ങൾ കാശ്മീരിൽ പോയി ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോ ഇടപെടല്ലേ? നിങ്ങൾ പറയുമ്പോ ഞാൻ ഇടപെടില്ല, ഞാൻ പറയുമ്പോ നിങ്ങൾ ഇടപെടരുത്. ആദ്യം നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്ത്. ഈ മലയോരത്ത് ഒരാളെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ മത്സരിക്കുമോ എന്നതിൽ ഉറപ്പുണ്ടോ? നിങ്ങൾ മത്സരിക്കുമോ എന്നതിൽ ഇന്നും ഉറപ്പില്ല. അതാണ് പറയുന്നത്. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ തൃപ്പൂണിത്തുറയിൽ ഈ പരാജയവും വിജയവും പ്രിയപ്പെട്ട റിയാസ് മുക്കോളി, അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വികസനത്തിന്റെ അളവുകോലുകൾ വെച്ചിട്ടാണോ നമ്മൾ പരിശോധിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ആര്യാടൻ മുഹമ്മദ്, ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദ് ഇവിടെ പരാജയപ്പെടാൻ വേണ്ടി പാടില്ലല്ലോ. അതല്ല ഇതിന്റെ ഒരു മാനദണ്ഡം. തൃപ്പൂണിത്തുറയിൽ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ ശേഷം പിന്നെ ഞാൻ പറയട്ടെ, വിപ്ലവകരമായ ഇവിടെ തൃപ്പൂണിത്തുറയിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള റോഡും പാലവും എല്ലാം 5 കൊല്ലത്തിനിടയിൽ കോടിക്കണക്കിന് ഉറുപ്പികയുടെ വികസന പദ്ധതി നടത്തി അതിനെ ഗതാഗത യോഗ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് നിയമസഭയിൽ കേരളത്തിന്റെ നിയമസഭയിൽ സഖാവ് എം സ്വരാജ് ഒരു സാമാജികൻ എന്നുള്ള നിലയിൽ കേരളത്തിനാകെ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള നിരവധിയായ ഇടപെടലുണ്ട്. തൊഴിലില്ലായ്മക്കെതിരെ, ഈ കേരളത്തിലെ ചെറുപ്പത്തിന്റെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയെല്ലാം നിരവധിയായ ഇടപെടലുകൾ ഒരു സാമാജികൻ എന്നുള്ള നിലയിൽ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും നടത്തിയിട്ടുള്ള ഒരു സാമാജികൻ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും നല്ല നിലപാട് സ്വീകരിച്ചു. അതേസമയം അതിനെ നിശ്ചിതമായി വിമർശിക്കുകയാണ് മറ്റു രണ്ട് മുന്നണികളുടെയും പ്രതിനിധികൾ. നമുക്ക് വളരെ വേഗത്തിൽ തിരികെ എത്താം. നിരവധി ചോദ്യങ്ങളുണ്ട്, അതിന്റെ മറുപടിയും വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് അതിലെ കൂടി പോകേണ്ടത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചന്തക്കുന്നിലാണ് നമ്മളുള്ളത്. ചർച്ച തുടരുകയാണ്. ചോദ്യങ്ങളിലേക്കാണ്. ചുരുക്കി വേഗത്തിൽ, ഇന്ന് നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ടാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ റിയാസ് മുക്കോളി ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞ രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ ഒരു അറിവില്ലായ്മ അതൊന്ന് സൂചിപ്പിക്കാമെന്നുള്ളൂ. ആര്യാടൻ മുഹമ്മദ് വിജയിച്ചതിന് ശേഷം ഇവിടെ പരാജയപ്പെട്ടില്ല എന്ന് പറഞ്ഞു. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം ആദ്യം മനസ്സിലാക്കണം. ആര്യാടൻ മുഹമ്മദ് ആദ്യമായി 1977 ജയിച്ചത്, പിന്നീട് 80 ജയിച്ചത്. 1982 ആര്യാടൻ ടി.കെ. അംസയോട് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കി പോകണം. അതിനുശേഷം തുടർച്ചയായി വിജയിച്ചു. അടുത്ത ചോദ്യം ഇവിടെ ബഹുമാനപ്പെട്ട ഷബീറിനോട് ചോദിക്കാനുള്ളത്, ഇവിടെ PV അൻവർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്നത്. PV അൻവർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമായിരുന്നു എന്നുള്ളത് കേരളം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഈ PV അൻവർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പ്രതിനിധിയായി സാക്ഷാൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനെതിരെ ഇത്ര വലിയ RSS ബന്ധം ആരോപിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിട്ട് അതിനെതിരെ ഇതേ നിയോജക മണ്ഡലത്തിലെ പോത്തുകളിൽ താമസിക്കുന്ന ഇതേ CPM-ൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള M സ്വരാജ് ഏതെങ്കിലും ഒരു വിധത്തിലുള്ള പ്രസ്താവന PV അൻവറിനെതിരെ ഏതെങ്കിലും ചാനലുകളിലോ ഏതെങ്കിലും പത്രങ്ങളിലോ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, ഏതെങ്കിലും സ്റ്റേജുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദികളിലോ അദ്ദേഹം പറഞ്ഞതായിട്ട് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. PV അൻവർ എന്താണോ ഉന്നയിച്ചിട്ടുള്ളത് അതേ വിഷയം തന്നെയാണ് ഇവിടെ സ്വരാജിനും പറയാനുള്ളത്. പക്ഷെ സ്വരാജിന് ഇവിടെ CPM കൊടുത്ത 8ന്റെ പണിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശരിയാണോ ഇല്ല എന്നുള്ളത് ഒരു ചോദ്യം കൂടി എനിക്ക് റിയാസിനോടാണ് ചോദിക്കാനുള്ളത്. 2018 നിലമ്പൂർ മൊത്തം മുങ്ങിയപ്പോൾ പുറത്തുനിന്ന് വന്ന ഭക്ഷ്യക്കിറ്റുകൾ പൂഴ്ത്തി വെച്ച് പൂപ്പൽ പിടിച്ച് ചെയ്ത ആര്യാടൻ ചൗക്കത്തിൻ്റെ ഫോട്ടോ വെച്ച് അവരുടെ കിറ്റ എന്ന് പറഞ്ഞ് വിതരണം ചെയ്ത കോൺഗ്രസ് നാണമുണ്ടോ നിങ്ങൾക്ക്? ചോദ്യങ്ങൾ ഒന്ന് രാഷ്ട്രീയമാണ്, ഒന്ന് ഇവിടുത്തെ നേരത്തെ തന്നെ ഈ ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ M സ്വരാജ് എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന്റെ മറു ചോദ്യമായി വന്ന ചോദ്യവുമാണ്. ആദ്യം ആര്? ഷബീർ പറയും. PV അൻവറുമായി ബന്ധപ്പെട്ട PV അൻവർ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കൊക്കെ ആരാണ് ഇനി മറുപടി പറയേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. PV അൻവറിന്റെ വാക്കിന് രാവിലെ പറഞ്ഞതാണോ? രാവിലെ 9 മണിക്ക് പറഞ്ഞതല്ല 9:30 PV അൻവർ പറയുക. 9:30 പറയുന്നതല്ല 9:35 PV അൻവർ പറയുക. PV അൻവറിന്റെ വീട്ടുകാരോട് പോലും ഒരു കാര്യം ഉറച്ചു പറയാൻ വേണ്ടി പറ്റുന്നില്ല. വെറുതെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ച് RSS ബാന്ധവം മറ്റെല്ലാം പറഞ്ഞ് PV അൻവറിന്റെ നിലവിലെ നിലപാട് എന്താണ്? എന്ത് ആരോപണം ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന് പറയട്ടെ PV അൻവർ
അതെ 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 ശരിയാണ്. 9 കൊല്ലം PV അൻവർ MLA ആണ്, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന MLA ആണ്, അംഗീകരിക്കുന്നു. പക്ഷേ PV അൻവറിന്റെ പുതിയ നിലപാടുകളെ സംബന്ധിച്ച് ആർക്കാണ് കേരളത്തിൽ വ്യക്തത കുറവുള്ളത്? ഈ കേരള രാഷ്ട്രീയത്തിനു തന്നെ ഒരു മലീമസമായ ഒരു ഫാക്ടറായി PV അൻവർ മാറിയില്ലേ? അതിലേക്കൊന്നും ഞങ്ങളുടെ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണത്തിനും ഒരു തെളിവുമില്ല. പറയൂ, എം സ്വരാജ്, ഇതേ നിയോജക മണ്ഡലത്തിലെ എം സ്വരാജ് PV അൻവർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ PV അൻവറിനെതിരെ ഒരു പ്രസ്താവന ഇന്ന് ഉച്ചയ്ക്ക് വരെ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കുന്നത് വരെ നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എം സ്വരാജ് നേർക്കുനേർ PV അൻവറിന് മറുപടി പറയേണ്ടതില്ല. ഇവിടെ CPIM എന്ന് പറയുന്ന സഖാവ് എം സ്വരാജ് ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി മുന്നണി കൃത്യമായി PV അൻവറിനെതിരെ ആ ഘട്ടത്തിൽ ആവശ്യമായ സമയങ്ങളിൽ മാത്രം ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ശരി, പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ്, സെക്രട്ടറിയുടെ ഭാഗമാണ് എം സ്വരാജ് എന്നുകൂടിയാണ് മറുപടി പറയുന്നത്. നേരത്തെ ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കവളപ്പാറയിലെ ദുരന്തമടക്കം പലതും ചൂണ്ടിക്കാണിക്കപ്പെട്ടല്ലോ. എം സ്വരാജ് എത്തിയില്ല എന്ന ആക്ഷേപം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ ദുരിതാശ്വാസ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു ആക്ഷേപമാണ് ഇപ്പോൾ ആര്യൻ ഷൗക്കത്തിനെതിരെ പറയുന്നത്. അതിലൊക്കെ വാസ്തവം ഉണ്ടോ? ഒരു വാസ്തവുമില്ല. ദേശാഭിമാനിയിൽ ദേശാഭിമാനി തെളിവുണ്ടുവാ ദേശാഭിമാനിയിൽ നിങ്ങൾക്ക് തോന്നിയ വാർത്ത കൊടുത്ത് നിങ്ങളൊരു കാര്യം, നിങ്ങൾ ദേശാഭിമാനി മാത്രം വായിക്കല്ലേ. നിങ്ങൾ പറയട്ടെ ഒറ്റ സെക്കൻഡ് പറഞ്ഞിട്ട് അദ്ദേഹം പറയട്ടെ ഒറ്റ നിമിഷം പറഞ്ഞു പൂർത്തീകരിക്കും. മറുപടി പറയട്ടെ. ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ശേഷം ചോദിക്കാം. മറുപടി പറയട്ടെ. ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ശേഷം ചോദിക്കാം. ദേശാഭിമാനിയിൽ വരുന്ന ഏതെങ്കിലും വാർത്ത പൊക്കിപ്പിടിച്ച് ഇവിടെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഈ സമയം ഇവിടെ ഒരുപാട് പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. 600 കുടുംബങ്ങൾ വീടില്ലാതെ ഇപ്പോഴും ഷെഡ് കെട്ടി താമസിക്കുക. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ 600 പേര് ഇപ്പോഴും താമസിക്കുക. നിങ്ങൾ സമയം കിട്ടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക നിങ്ങൾ അല്പമെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതാ നിങ്ങളുടെ ചുറ്റുമുള്ള ആദിവാസി കോളേജിൽ ചെല്ല്. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ സർക്കാരിൻ്റെ പ്രതിനിധിയോ നിങ്ങളുടെ ഇന്നത്തെ സ്ഥാനാർത്ഥിയോ ആ ഭാഗത്തേക്ക് ചെന്ന് ഒരു ആശ്വാസ വാക്കെങ്കിൽ പറയാൻ അവർ സമയം കണ്ടെത്തി നിങ്ങൾ ചോദിക്കും. നിങ്ങൾ 600 കുടുംബങ്ങൾ എങ്ങനെ അവർക്ക് പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറയട്ടെ ഒരു തർക്കത്തിലേക്ക് പോണ്ട. പ്ലീസ് ഇവിടെ ചർച്ച ഹലോ ഇവിടെ ജനാധിപത്യരായിട്ട് ചർച്ച നടക്കട്ടെ, രാഷ്ട്രീയ സംവാദം നടക്കട്ടെ. അവിടെ ഇരിക്ക്. പ്ലീസ്. ഇവിടെ ആവേശകരമായ ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ രാഷ്ട്രീയം ആശയം സംവദിക്കട്ടെ. അവിടെ ഇരിക്ക് അരുൺ. പ്രശ്നം തീർന്നു കഴിഞ്ഞു? ഇല്ല, അവിടെ കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം.
എല്ലാവരും പരസ്പരം അറിയുന്ന ആളുകളാണെന്നാണ് എൻ്റെ ധാരണ. എനിക്ക് നിങ്ങളെ പരിചയമില്ലാതെ ഉള്ളൂ. ശാന്തമാണ്. ഓക്കെ അല്ലേ? ആ, ഓരോരുത്തർ പറയുമ്പോൾ ഞങ്ങൾ ഇത് കയറി ഇടപെടലില്ലല്ലോ. ഷബീർ പറയുമ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ. യെസ് എല്ലാവരും പരസ്പരം ഒരു ബഹുമാനത്തോടു കൂടി ഈ ചർച്ചയെ സമീപിക്ക്. നമ്മുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യട്ടെ ജനങ്ങൾ. എന്തായാലും ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷമാണെങ്കിലും അവർ തന്നെ ഒരു സൗഹൃദത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളാണ്, എല്ലാവരും പരിചിതരാണ്. ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടായതാണ്. നമുക്ക് ഈ ചർച്ച തുടരാം എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. നമുക്ക് തിരികെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചന്തക്കുന്നിലെ സായാഹ്നമാണ്. ആ സായാഹ്നം ഒരല്പം സംഘർഷഭരിതമായിരുന്നു. പക്ഷേ വലിയ സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് ഇപ്പോഴത്തെ. എല്ലാവരും ആ ദൃശ്യങ്ങളിൽ കാണാം, എല്ലാവരും ശാന്തരാണ്. നമുക്ക് തുടങ്ങാമല്ലോ. എല്ലാവരും സൗഹൃദമുള്ള ആളുകളാണ്. ഇത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടാണ്, ഇവിടുത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ തർക്കമാണ്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും വലിയ സൗഹൃദത്തിലാണ് ഇപ്പോൾ ഉള്ളത്. തർക്കമൊക്കെ അവസാനിച്ചിരിക്കുന്നു. മൂന്ന് പേരിലേക്കും തുല്യ സമയത്തിൽ ഒന്ന് ചുരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഒരു തർക്കത്തിലേക്ക് നമുക്ക് പോകണ്ട. റിയാസ് മുക്കോളി, താങ്കളുടെ സമയമായിരുന്നു. താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയ തർക്കങ്ങളൊക്കെ വന്നത്. താങ്കൾ പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പ്രിയപ്പെട്ട ഷബീർ നേരത്തെ പറഞ്ഞൊരു കാര്യം, സ്വരാജിനോടൊപ്പം ഇവിടെ പല ക്യാമ്പുകളിലേക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ടുള്ളൊരു അവകാശവാദം അദ്ദേഹം പറഞ്ഞു. ഷബീർ ഞാൻ കണ്ടിട്ടുണ്ട്, കാരണം ഞാൻ ആ സമയത്ത് വന്നതുകൊണ്ട്. ഒരു ഫോട്ടോയെങ്കിലും എം സ്വരാജ് ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലോ ഇവിടെ അത്തരം എന്തെങ്കിലും പ്രവർത്തനങ്ങളിലോ നിലമ്പൂരിൽ ഇടപെട്ടതായിട്ട് കാണിച്ചു തന്നാൽ ഞങ്ങൾ സമ്മതിക്കാം. സ്വരാജ് ഇവിടുത്തെ ഒരു ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാതെ ഈ നിലമ്പൂരിൽ മാത്രം 60-ലേറെ ജീവൻ വന്യമൃഗ ആക്രമണം കൊണ്ട് നഷ്ടപ്പെട്ട ഒരു നാടാണ് ഈ നിലമ്പൂർ. ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനേറെ പറയുന്നു, സ്വരാജിൻ്റെ സ്വന്തം കുടുംബത്തിന് പോലും അത്തരം പ്രയാസം നേരിട്ടപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം എല്ലാത്തിനും നിലപാടുണ്ട്. ആഗോളതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ നിലപാടുണ്ട്. തൻ്റെ നാടുമായി ബന്ധപ്പെട്ട്, തൻ്റെ സഹജീവികളുമായി ബന്ധപ്പെട്ട്, തൻ്റെ നാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഇടപെടാനോ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം നടത്താനോ അദ്ദേഹം ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഒരു കാര്യം കൂടി, ഞങ്ങൾ സ്വരാജ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അതിൽ ചുറ്റിപ്പറ്റി ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത് വ്യക്തിപരമായ വിമർശനമല്ലല്ലോ നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ, പിണറായി സത്തിനെതിരെ എന്ന പ്രഖ്യാപനമൊക്കെയാണ് അൻവറിന്റെയും മൊത്തത്തിൽ UDF-ന്റെയും ഒക്കെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ സർക്കാരിനെതിരായ നിങ്ങളുടെ പ്രചാരണത്തിലും അഴിമാറി ഇപ്പോൾ സ്ഥാനാർത്ഥി എം സ്വരാജ് ആ വ്യക്തിപരമായ ഒരു ആക്ഷേപത്തിലേക്ക് പോകുന്നുണ്ടോ? അതിൽ കഴമ്പുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും ചർച്ചയുടെ ഭാഗമായി അതൊക്കെ നടക്കും. പക്ഷെ ഞങ്ങൾ ഈ നാട്ടിൽ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, അഗതികൾ, അനാഥകൾ, കർഷകർ, വികലാംഗർ, തൊഴിലാളികൾ എല്ലാവരും പ്രയാസത്തിലാണ്. ഈ 9 വർഷക്കാലത്തെ ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എല്ലാവരെയും പ്രയാസപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഷബീർ കഴിഞ്ഞ കാലം SFI നേതാവായിരുന്നു. ആ കാലത്ത് SFI പ്രവർത്തകനായിരുന്നു. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ പിഞ്ചു മക്കൾ എഴുതുന്ന LSS USS സ്കോളർഷിപ്പ് കിട്ടിയിട്ട് 5 വർഷക്കാലമായി. നമ്മുടെ ചെറുപ്പക്കാരുടെ ആശ്രയമായിട്ടുള്ള PSC കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നോക്കുകുത്തിയാണ്. ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുക. നമ്മുടെ നാട്ടിൽ കർഷകന്മാർ ഒരുപാട് പ്രയാസത്തിൽ സ്വന്തം കീശയിൽ നിന്ന് അധ്വാനത്തിന് വിഹിതമെടുത്ത് നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ, റബ്ബർ ഉൽപ്പാദിപ്പിച്ചാൽ അത് തിരികെ ഗവൺമെന്റിലേക്ക് കൊടുത്താൽ അതിൽ പണം കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ട പ്രയാസമുള്ളവരാണ്. അതുപോലെ ആരോഗ്യ രംഗത്തുൾപ്പെടെ എല്ലാ രംഗത്തും വലിയ പ്രയാസത്തിലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾക്ക് ആശ്വാസമായിരുന്ന കാരുണ്യം നിർത്തി, താലോലം നിർത്തി, സുഹൃതം നിർത്തി, വയോമിത്രം നിർത്തി, അമ്മയും കുഞ്ഞും നിർത്തി, എല്ലാം നിർത്തി ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പിണറായി ഗവൺമെന്റിനെതിരെ അതിശക്തമായ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായി കാത്തു നിൽക്കുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വലിയ മെറിറ്റിലേക്ക് കടന്നാണ് ഇപ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ, വ്യക്തിപരമായ വിമർശനങ്ങൾ. അത് ഒരു പരിധി കടക്കുമ്പോൾ സ്വാഭാവികമാണ് വൈകാരികമായി ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രതികരിക്കുന്നതൊക്കെ. നമുക്ക് ഷബീർ ഇപ്പോൾ ചിലതൊക്കെ പരാമർശിക്കേണ്ടി വന്നേക്കാം. എങ്കിലും നിലമ്പൂരിൻ്റെ തിരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വയ്ക്കുന്നത് അതാണല്ലോ വളരെ പ്രധാനം. LDF തീർച്ചയായും മുന്നോട്ട് വെക്കുന്നത് കേരളത്തിനകത്ത് കഴിഞ്ഞ 9 കൊല്ലമായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വികസനത്തിന് തുടർച്ചയായ ഇപ്പോൾ ദേശീയപാതയും ഗെയിൽ പൈപ്പ് ലൈനും KFON ഉൾപ്പെടെയുള്ള വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ പദ്ധതികൾ യാഥാർത്ഥ്യമായ കേരളത്തെ മലയാളികൾ എന്നുള്ള നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലമാണ്. അതിനൊരു അതിശക്തമായ തുടർച്ച ഈ നിലമ്പൂരിലും ഉണ്ടാകും. ഞാൻ പറയുന്നതിന് സമയം അനുവദിക്കണം. അതായത് രാഷ്ട്രീയ മത്സരത്തിന്, രാഷ്ട്രീയ പോരാട്ടത്തിന്, സർക്കാരിനെതിരായ വിമർശനത്തിന്, സർക്കാരിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് അതിന്റെ കൂടി പ്രതീകമാകുന്നുണ്ട് എം സ്വരാജ്, പ്രധാനപ്പെട്ട നേതാവ് വരുമ്പോൾ. അതെ. ഇവിടെ 3ാം ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭരണവിരുദ്ധ ഫാക്ടർ അല്ല. തീർച്ചയായും നിങ്ങൾ ഉന്നയിച്ചതുപോലെ
ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാരിന് ആവശ്യമായ കരുത്ത് പകരുന്ന ജനവിധിയായിരിക്കും തീർച്ചയായും നിലമ്പൂരിനകത്ത് ഉണ്ടാകുക. അതിനുള്ള ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിന് ശേഷം മുക്കോളിക്ക് സമയം തരാം. പിന്തുണയും മൂന്നാം സർക്കാരിനുള്ള പിന്തുണയും ഒരു ചൂണ്ടുപലകയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും മാറും. പിന്നെ ഇവിടെ വികസന പ്രവർത്തനം ഒന്ന് നോക്കൂ, ചില പദ്ധതികൾ ഇവിടെ ഇല്ല എന്ന് ആർദ്രം പദ്ധതി, ആരോഗ്യ മേഖലയിൽ സമ്പുഷ്ടമായ വികസനങ്ങൾ നോക്കൂ. ഇവിടെ ജില്ലാ ആശുപത്രി, പ്രാഥമിക ആശുപത്രികൾ, ഇവിടേക്ക് നേരത്തെ 9 കൊല്ലം മുമ്പ് ഞാൻ പറയട്ടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിനകത്ത് ആശ്വാസം കിട്ടിയ ഒരാളാണ്. ഞാൻ പറയട്ടെ 9 കൊല്ലം മുമ്പ് വസ്തുനിഷ്ഠമായി പറയട്ടെ. ഇവിടെ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ കംപ്ലീറ്റ് സമയം തരണം. 9 കൊല്ലം മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുക. ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ, പ്രാഥമിക ആശുപത്രി ഇവിടെ മുമ്മുള്ളിയിലുണ്ട്, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി, ഉച്ചയ്ക്ക് മുമ്പ് മര്യാദക്ക് ഡോക്ടറില്ല. ഇപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഉണ്ട്, ആവശ്യത്തിന് മരുന്നുണ്ട്, ഈവനിങ് OP ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, രക്തം പരിശോധിക്കാം, എല്ലാം നടക്കും. ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ നിരവധിയായ വികസന വിപ്ലവങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ കാത്ത് ലാബിന് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടക്കുകയാണ്. ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിക്കുമ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പകർച്ചപ്പനിയുടെ കാലത്ത് ആവശ്യത്തിന് രോഗികൾക്ക് ആവശ്യമായ പാരസിറ്റാമോളും സിറിഞ്ചും ഇല്ല എന്നത് നിങ്ങളുടെ മാതൃഭൂമി ആർക്കൈവ്സിൽ ഒന്ന് പരതി നോക്കിയാൽ നിങ്ങൾക്ക് കഴിയും. ഞാൻ പറയട്ടെ അത് മാത്രമല്ല, വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നമുക്കറിയാം. ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നിങ്ങൾ പറയുമ്പോൾ ഇടപെടാത്തതൊരു മര്യാദയുടെ ഭാഗമാണ്, ജനാധിപത്യപരമായ മര്യാദയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പച്ചക്കള്ളല്ല. നിങ്ങൾ നോക്കൂ, ക്ഷേമ പെൻഷൻ നോക്കൂ, ഈ ചന്തക്കുന്ന് പ്രദേശം ഞാൻ പറയട്ടെ മുനിസിപ്പാലിറ്റിയിൽ മാത്രം, കേരളം ആകെ എടുക്കണ്ട, ഈ മുനിസിപ്പാലിറ്റിയിലൂടെ 5 പഞ്ചായത്തുകളുമായിട്ട് കോടിക്കണക്കിന് റുപ്യ ഓരോ മാസവും ഇവിടുത്തെ സാധാരണക്കാരന്റെ കൈകളിൽ ക്ഷേമ പെൻഷൻ എന്ന പേര് എത്തുകയാണ്. ഇത് 5 കൊല്ലം മുമ്പ് 9 കൊല്ലം മുമ്പ് 500 രൂപ 18 മാസം കുടിശ്ശികയാക്കി വെറും 32 ലക്ഷം പേർക്ക് പോയത് നമ്മുടെ മുൻപിൽ അറിയാം. ഒരു മാസത്തെ കുടിശ്ശികയെല്ലാം തീർത്ത് ഇപ്പൊ ഈ മാസം 2 മാസത്തെ പണമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അത് മാത്രമല്ല, ഇപ്പൊ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഞാൻ പറയട്ടെ അവസരം എന്താ പറയട്ടെ, 4 മാസം കുടിശ്ശികയാണ്. ആളുകൾക്ക് 2 മാസം കൊടുത്തു. പറയട്ടെ 3600 രൂപ വാങ്ങി 3600 രൂപ ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യൻ ക്ഷേമ പെൻഷൻ അവന്റെ അവകാശങ്ങൾ വാങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ പൊതുമധ്യത്തിൽ നിന്ന് ക്ഷേമ പെൻഷൻ ഇല്ല എന്ന പച്ചക്കള്ളം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? പച്ചക്കള്ളം പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ലേ? ഈ കേരളത്തിനകത്ത് ഈ മണ്ഡലത്തിനകത്ത് 22 PWD റോഡുകളുണ്ട്. പറയട്ടെ 22 PWD. ഞാൻ പറയട്ടെ നിങ്ങള് ഒരു അവസരം തരും, അങ്ങ് പറഞ്ഞ് ചുരുക്കി പറയാം. ആരോഗ്യ മേഖലയുടെ കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസ മേഖല അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് മികവിന്റെ കേന്ദ്രങ്ങളാണ്. ഈ നിലമ്പൂരിലെ മാനവേദന ഉൾപ്പെടെ നമ്മുടെ കൺമുൻപിലുള്ള അനുഭവങ്ങളാണ്. ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ 28 സ്കൂളുകൾക്കായി 56ഓളം കോടി രൂപ റോഡുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ കാണുന്നത് 22 മറുപടി നീണ്ടുപോകുന്നു. PWD റോഡുകൾ 20 ഇവിടെ നേരത്തെ പറഞ്ഞു ഇപ്പോ മലീമസമായതാണ് ഈ PV അൻവർ എന്ന് പറഞ്ഞു. PV അൻവർ ഇന്ന് മലീമസമായതല്ല. 9 കൊല്ലം മുന്നേ ഇതേ സ്റ്റാൻഡിന്റെ PV അൻവർ ഉണ്ടായിരുന്നു. പറയട്ടെ, PV അൻവർ എന്ന് പറയുന്ന ആറ് മലീമസമായതാണ്. ഇന്ന് പറഞ്ഞത് നാളെ പറയില്ല, 5 മിനിറ്റ് മാറ്റി പറയുന്നു. PV അൻവർ പറഞ്ഞത്, PV അൻവർ പൃഥുതുല്യനായിട്ടാണ് പിണറായി വിജയനെ പറഞ്ഞത്. ആ പിണറായി വിജയനാണ് ഇപ്പോ പിണറായി വിജയന്റെ ഓഫീസാണെന്ന് മാഫിയകളുടെ സംഘം എന്ന് പറഞ്ഞ് PV അൻവർ ആരോപിച്ചത്. അതായത് 9 കൊല്ലക്കാലം PV അൻവർ ഇവിടുത്തെ MLA ആയപ്പോൾ ഈ PV അൻവർ എങ്ങനെയാണ് MLA ആയത്? പ്രധാനപ്പെട്ട അവർ ഉന്നയിച്ച ഉദ്ദേശം, അവർ പറഞ്ഞ കാര്യം ജനങ്ങളോട് പറഞ്ഞത് എന്താ? ഇവിടെ ബൈപ്പാസ് കൊണ്ടുവരുന്നതാണ്. ബൈപ്പാസ് കൊണ്ടുവരുമെന്ന് 9 വർഷമായി. ഇവിടെ ബൈപ്പാസ് ഉണ്ടോ? ഇല്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഈ നിയോജകമണ്ഡലത്തിൽ അവരെന്ത് പറഞ്ഞു? അവർ പറഞ്ഞു ഇവിടെ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവരുന്നു. ഗവൺമെന്റ് കോളേജ് ഇവിടെ
ഉണ്ടോ? ഞാൻ ഗവൺമെന്റ് കോളേജ് ഉണ്ട്. ഇവിടെ അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒന്നുമില്ല. ഇവിടെ നിരവധിയായ കോഴ്സുകളുണ്ട്. ഗവൺമെന്റ് കോളേജ് അവിടെ ഭൂമി എടുത്തെടുക്കാൻ പണം അനുവദിച്ചിട്ടുണ്ട്. അവിടെ 12 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. രക്തം പരിശോധിക്കാൻ ഇത് ഏത് കാലഘട്ടത്തിലാണ്? ഓക്സിജൻ സിലിണ്ടർ പോലുമില്ല. ഇവിടുത്തെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് CPM സംഭവമാണ് പറഞ്ഞു. ഓക്കെ 1800 കോടി രൂപയുടെ ഗ്രാന്റ് കളഞ്ഞ ശരി ക്ലിയർ ആയി പഞ്ചായത്ത് കൊടുക്കുന്ന മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം ഉപയോഗിച്ചാണ് ഇവിടെ വികസനം നടക്കുന്നത്. ശരി, നീണ്ടുപോയാൽ നമുക്ക് തുടരാൻ പറ്റില്ല, അതുകൊണ്ടാണ് വെള്ളം കാറിന് എണ്ണ അടിക്കാൻ വേണ്ടി കടം വാങ്ങുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. ആ സർക്കാരാണ് പറഞ്ഞത് വികസനം നടത്തിയത്. ഏത് സർക്കാർ? ഇവിടെ സർക്കാരുണ്ടോ? വികസനമുണ്ടോ? ഈ ഇവിടെ സർക്കാരുണ്ട് എന്നത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് വാങ്ങുന്ന അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ മകളടക്കം വീണയടക്കം മുഖ്യമന്ത്രിയുടെ മകള് അത് പറഞ്ഞു. രാഷ്ട്രീയം പറയുമ്പോൾ ചർച്ച ചെയ്യാൻ CPM ഉണ്ടോ? നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ആരോഗ്യം, അതായത് ആര്യാടൻ മുഹമ്മദ് വെച്ച ഡോക്ടർമാരല്ലാതെ ഇടതുപക്ഷം ഈ 9 വർഷമായി വന്നിട്ട് ഒരു ഡോക്ടറെ പോലും സ്ഥിരപ്പെടുത്തി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറെ പോലും വെക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 പിന്നെ ആരോഗ്യ മേഖല, ഇവിടെ 2 കോടിയിലധികം ഇവിടെ പിന്നെ ജില്ലാശുപത്രി സർക്കാർ കൊടുക്കാനുണ്ട്. ആർക്ക്? ഇവിടുത്തെ സ്വകാര്യ, അതായത് സഹകരണ സ്ഥാപനത്തിൽ. പിന്നെ വികസനത്തെക്കുറിച്ച് നിലമ്പൂർ വടപുറം മുതലുള്ള വികസനം, ആര്യാടൻ മുഹമ്മദ് തുടങ്ങി വെച്ച വികസനങ്ങൾ പൂർത്തീകരിക്കാൻ 9 വർഷക്കാലമായ നിങ്ങളെ MLAക്കോ ഒരൊറ്റ കാര്യം, നിലമ്പൂരിന്റെ വികസനം, ഇവര് വികസനങ്ങൾ അത്ര കോടി ഇത്ര കോടി എന്നെല്ലാം പറഞ്ഞു. നിലമ്പൂർ KSRTC ബസ് ടെർമിനൽ 90% പൂർത്തീകരിച്ച ആ ബസ് ടെർമിനൽ പൂർത്തീകരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? 2 ബൈപ്പാസ് 36 കോടി രൂപ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന പദ്ധതി, ആ പണം കൊടുത്തു തീർക്കുകയല്ലാതെ ഒരു രൂപ നിങ്ങൾക്ക് വെക്കാൻ സാധിച്ചു. ബൈപ്പാസിനെ കുറിച്ചും ബസ് സ്റ്റാൻഡിനെ കുറിച്ചും അതെ വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത്. ഇനി 1-2 ചോദ്യങ്ങളിൽ കൂടി പോകാം നമുക്ക്. വളരെ വേഗത്തിൽ ചെറിയ ഇടവേള, അതിനുശേഷം മറുപടിയും ചോദ്യവും. നമ്മുടെ ജനം തുടരുകയാണ്. ഇനി നമുക്ക് 6 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. 3 ചോദ്യം പെട്ടെന്ന്. എനിക്ക് UDFന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. നിലമ്പൂർ ഒരു മലയോര മേഖലയാണ്. നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ ഗുഡലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നുണ്ട്. ഇടതുപക്ഷം അധികാരത്തിൽ വന്ന ആ സമയത്ത് ജില്ലാ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള UP സ്കൂളിൽ നിന്ന് കുറച്ച് സ്ഥലമെടുത്ത് ജില്ലാ ഹോസ്പിറ്റലിലെ വികസനം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന രീതിയിലേക്ക് പോയ സമയത്ത് അതിനെതിരെ ഇവിടെ കുറച്ച് വികസന വിരോധികളെ കൂട്ടി അത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് അന്ന് ഇവിടെ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള UDFന്റെ പത്മിനി ഗോപിനാഥും നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റായിരുന്ന പാലോളി മെഹബൂബുമാണ്. അങ്ങനെ വികസനത്തിന്, ജനങ്ങൾക്ക് ഉപകാരമുള്ള വികസനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന എന്ത് വിശ്വസിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നാണ് എന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ ചോദ്യത്തോട് കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു തടസ്സം നിന്നു. ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് LDF ആണ്, നിയമസഭ ഭരിക്കുന്നതും LDF ആണ്. 5 വർഷമായിട്ട് മുനിസിപ്പാലിറ്റി അവർക്കായി നടപ്പിലാക്കാൻ കഴിയും. ഒരു ചോദ്യം കൂടി. നാളത്തെ ഷബീർ പറഞ്ഞു, ഞാൻ അൻവറിന്റെ ഫാനൊന്നുമല്ല, അൻവർ രാവിലെ പറഞ്ഞത് ഉച്ചക്ക് പറയും രാത്രി പറയില്ലാന്ന്. എന്നിട്ട് ആ അൻവറിനെ 9 കൊല്ലം ഇവിടെ കൊണ്ടുവന്നു. സത്യമൊന്നുമല്ല. ഒരു കാര്യമാണ്, അൻവർ പിണറായി ബാപ്പയാണെന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചവർ, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ പിണറായി ബാപ്പയാണെന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചവർ പിണറായിയുടെ ബാപ്പയെ പറഞ്ഞപ്പോൾ അവർക്ക് നൊന്തു. അല്ലാതെ അൻവർ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ചാണ് പറഞ്ഞത്, പിണറായിസത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് പിണറായിസത്തിന്റെ ഗുണ്ടായിസത്തെ കുറിച്ച് മാത്രം പറഞ്ഞത്, അല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല. ഷബീറിനോടാണ്. ഷബീർ ഇവിടെ വികസനത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇലക്ഷൻ നേരിടാൻ പോകുന്നെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്ന് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് കോളേജ്. ആ ഗവൺമെന്റ് കോളേജ് പിന്നെ ഇവിടെ ആര്യാടൻ അന്ന് മന്ത്രി MLA ആ സമയത്ത് മാനേജ സ്കൂളിൽ അതിനുള്ള ഓഫീസും തുടങ്ങി, ഒരു സ്റ്റാഫിനെ വെച്ചു, സ്ഥലം ഏറ്റെടുക്കൽ പദ്ധതി തുടങ്ങി കഴിഞ്ഞ സമയത്താണ് ഇവിടെ പിന്നെ ഭരണം മാറുന്നത്. ആ ഭരണം മാറുന്നത് പിന്നീട് പിണറായി സർക്കാർ വന്ന സമയത്ത് ആ കോളേജ് കൊണ്ടുപോകുന്നത് ഒരു വാടക കെട്ടിടത്തിലേക്കാണ്. പൂക്കോടുമാറത്തുള്ള പട്ടി പെറ്റ് പെരുകുന്ന ഒരു വാടക കെട്ടിടത്തിലേക്കാണ് ആ കോളേജ് കൊണ്ടുപോകുന്നത്. അതിനെതിരെ KSU സമരം ചെയ്ത സമയത്ത്
പിന്നീട് അത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ വാടക കെട്ടിടത്തിലേക്ക് ആ കോളേജ് മാറ്റാൻ ശരി, വേണ്ട ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഷബീർ കഴിഞ്ഞിട്ടില്ല. ഷബീർ SFIയുടെ കടന്നു ആളാണല്ലോ. എന്തുകൊണ്ട് ഷബീർ ആ വിഷയത്തിൽ ഷബീറിന്റെ പാർട്ടിയോ ഇടപെട്ടിട്ടില്ല? രണ്ടാമത്തെ ചോദ്യം ചോദിക്കാറില്ലേ? ഒരു ചോദ്യം കൂടിയുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ചുങ്കത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വടവറത്തിലേക്ക് ഒന്ന് പോകണം. വടവറം കാണുന്ന നിലമ്പൂരിന്റെ വികസനമായ കനോലി പ്ലോട്ട് ഒഴിച്ചു പോയതാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത പ്രസംഗത്തിലേ പോകാനല്ലോ നമ്മൾ ധാരണ ഉണ്ടാക്കിയത്. അങ്ങനെ നീണ്ടുപോകാനല്ലോ നമ്മൾ എല്ലാവരും കൂടി ധാരണ ഉണ്ടാക്കിയത്. അങ്ങനെയാണോ? അങ്ങനെ അതിനുള്ള സമയമില്ലല്ലോ. എനിക്ക് ചോദിക്കാനുള്ള BJP പ്രതിനിധിയോടാണ്. നമ്മളെ രാജ്യത്ത് വന്നിട്ട് നമ്മളെ പഹൽഗാൻ മറ്റേ ഇവരെ കൊണ്ടാ നിങ്ങൾ പിടിക്കല്ലേ, ഞാൻ തരാം. അവിടെ ഭീകര വന്നിട്ട് നമ്മളെല്ലാം ഇവരെ വെടിവെച്ചിട്ട് പോയി. ഈ ഭീകരെ പിടിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മളെ എം സ്വരാജിനെ കുറ്റം പറയുന്നത്. രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നത് ഇപ്പോൾ BJP എം സ്വരാജിനെ കുറ്റം പറയുന്നത്. ഇതിനൊക്കെതിരെയാണ് നമ്മളെ എം സ്വരാജ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഞാനൊക്കെ സ്കൂൾ പഠിച്ചപ്പോൾ മാനവ സ്കൂളിൻ്റെ അവസ്ഥ എന്തായിരുന്നു നിങ്ങളത് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മളെ കുട്ടികൾ പോയി പഠിക്കുമ്പോൾ എന്താണ് ആ സ്കൂളിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കാലുകുത്താൻ പറ്റിയെന്നില്ല. ആശുപത്രി വിഷയം പറഞ്ഞു, 2-3 പേര് പറഞ്ഞു. ആശുപത്രി 3 മിനിറ്റ് ചുരുക്കി, 1 മിനിറ്റിനകത്ത് മറുപടി. 3 പേര് പ്ലീസ് സഹകരിക്കണം. അല്ല സമയമില്ല. ഉണ്ടെങ്കിൽ അവസാന സമയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലല്ല മറുപടി. റിയാസ് മറുപടി. നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഷബീർ ഒരുപാട് അവകാശവാദങ്ങൾ പറഞ്ഞു. ഒന്ന്, ആ ഗവൺമെന്റ് കോളേജ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ശ്രീ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഗവൺമെന്റ് കോളേജ് 1 രൂപ പോലും നീക്കി വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. 9 വർഷക്കാലമായി അതൊരു ഗവൺമെന്റ് കോളേജാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഡിഗ്രിയും PGയും പഠിക്കേണ്ട ഗവൺമെന്റ് കോളേജിന് 1 രൂപ നീക്കി വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട്? മറ്റൊരു കാര്യം, ഇവിടുത്തെ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുപ്പല്ല. ഇവിടെ ശ്രീമാൻ ആര്യാടൻ ഈ നാടിലെ MLA ആയിരിക്കുന്ന സമയത്ത് 140 ഡോക്ടർമാർ മുതൽ കമ്പൗണ്ടർ വരെയുള്ള 140 എംപ്ലോയീസിനെ സ്റ്റാഫിനെ വെച്ചു. അതിൽ നിന്ന് 141 ആക്കാൻ നിങ്ങൾക്ക് ഇന്നവരെ സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഇവിടെ ഈ നാടിന്റെ വികസന സമഗ്രമായിട്ടുള്ള മാറ്റം ശ്രീമാൻ ആര്യാടൻ മുഹമ്മദിന്റെ സംഭാവനയാണ്. ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ITI ഉൾപ്പെടെ ഓഫീസുകൾ ഉൾപ്പെടെ അതിനൊരു നന്ദി സൂചകമായി ഈ തെരഞ്ഞെടുപ്പിൽ ചുരുക്കി പറയാം. 33 കൊല്ലം തുടർച്ചയായി ഭരണത്തിലിരുന്ന് മന്ത്രിയായി MLA ആയി ഈ നിലമ്പൂരിനെ അടക്കി ഭരിച്ച ബഹുമാന്യനായ ആരാധ്യനായ ആര്യാടൻ മുഹമ്മദ് സാർ, ആ സാറ് 33 കൊല്ലം ഭരിച്ചിട്ടോടെ ബൈപ്പാസും ഗവൺമെന്റ് കോളേജും ഒക്കെ പ്രഖ്യാപനത്തോടു കൂടി നിലനിൽക്കുകയായിരുന്നു. ഇവിടെ ഇതിനകത്ത് മാറ്റം വന്നു. ഞാൻ പറയട്ടെ പറയട്ടെ അത് ശരിയല്ല. ഞാൻ പറയട്ടെ 2 കിലോമീറ്റർ ഭൂമി ബൈപ്പാസിനായി ഈ ഗവൺമെന്റ് ഏറ്റെടുത്തു കഴിഞ്ഞു. 50 കോടി രൂപ ഭരണാനുമതി നൽകി 20 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ നിലമ്പൂരിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ആ ഭൂമി വിട്ടു തന്നവർക്ക് വേണ്ടി പറയട്ടെ. ഗവൺമെന്റ് കോളേജിനായി 12 കോടി രൂപ കിഫ്ബിയിലൂടെ കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെയുള്ള ഭരണാനുമതി പണം അനുവദിച്ചു. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ പറഞ്ഞ ഈ വികസന വിപ്ലവത്തിന്റെ പിണറായിസം ഇവിടെ തുടരുക തന്നെ ചെയ്യും. അരിവാൾ ചുറ്റിക എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തതെന്ന് ബ്രിട്ടാസിനോട് ചോദിച്ചാൽ മതി. ബ്രിട്ടാസ് ആ സംഘത്തിൽ പോയി വിവിധ രാജ്യങ്ങളിൽ, ലോക രാജ്യങ്ങളിൽ പോയിട്ട് വിശദീകരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ത് നിലപാടാണ് പഹൽഗാം കാര്യത്തിൽ ചെയ്തത് എന്ന് കാണുന്നുണ്ട്. മറ്റൊരു കാര്യം, വികസനത്തിന്റെ കാര്യം പറഞ്ഞ് വോട്ട് നേടാൻ ഈ കൂക്കിവിളിയല്ലാതെ വികസനത്തിന്റെ കാര്യം പറഞ്ഞ് ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ വികസന കാര്യം പറഞ്ഞ് വോട്ട് നേടാൻ ഇവിടെ LDFന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഭരിച്ചിരുന്ന ചന്തക്കുന്നിൽ ദേശീയ വിഷയം മുതൽ ഇവിടുത്തെ പ്രാദേശിക വികസനം വരെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, വികസനവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്.